ഒരു ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ശബ്ദവും കേട്ടു. धीरे धीरे सब पूरा हो रहा है। अब इसका शक सही हो गया। खेल ही देख रहा अबे रास्ते हो। अब ये कौन आ गया? कौन है ये? नया भी रहना कोई। फिर आ गया। സാറ് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞിരുന്നു. മത്തായി ചേട്ടൻ ഇരിക്കെ. ഓ. ഞാൻ ജോർജ്. ജോർജോട്ടെ, ദേ മത്തായി ചേട്ടൻ വന്നിരിക്കുന്നു. എന്താ സാറേ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? നമ്മുടെ ആ ഫോൺ നമ്പറിൽ അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നോ സാറേ? ഞാൻ കൊടുത്തിട്ടുണ്ട് ഉടനെ. അതെന്തായാലും നല്ല തീരുമാനമായി സാറേ. മോളുടെ ഭാവിക്ക് അത് തന്നെ നല്ലത്. നമ്മളൊന്ന് അന്വേഷിക്കട്ടെ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ വേറെ പയ്യന്മാരുണ്ട് നമുക്ക്. എന്തായാലും എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ. ഓ പിന്നെ എന്നാ ഞാനങ്ങോട്ട് ആ ശരി ശരി സാറേ. ജോർജോട്ടെ, എന്ത് പറ്റി? എന്തായാലും എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പിള്ളേർ അവരുടെ ലോകം സൃഷ്ടിക്കട്ടെ. പിന്നെ ആ ചെറുതിനോട് പറ ഒന്ന് ഇരുട്ട് വെളുത്തപ്പോഴേക്ക് എന്തൊരു कोई पीछा कर रहा है। तभी भेज रहा होगा शायद। अरे फिर खोदने लग गया उसको। तब वो अभी तब तक वो ना आ जाए वहाँ रिपोर्टर। पहले उसने खोदा फिर मिट्टी डाल रहा। ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? पहुंच गए उस जगह तक। चलो ये पूछताछ ही कर रहे हैं अभी ना। अभी इनको पता नहीं चला। अच्छा, ആ കുട്ടിയുടെ വീട് ഞാൻ കണ്ടിട്ടുണ്ട്. इसकी बेटी है वो। എനിക്കൊരു പ്രശ്നമുണ്ട്. कुछ और दुश्मनी है शायद कुछ। പിന്നെ കുറച്ചാൾ മുന്നേ അവനൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനൊരു മൂവ് അതിനെ വല്ലാണ്ട് എതിർത്തു. ഞാൻ വയലൻ്റായി അവനെ ഉപദ്രവിച്ച് അവൻ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ അവനെ വിളിച്ച് ക്ഷമയൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ ആ പ്രശ്നമൊക്കെ ഞാൻ സോൾവ് ചെയ്തു. അങ്ങനെ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി. എനിക്കൊരു ചെറിയ ഡിപ്രഷനൊക്കെ ആയി. ഇതെനിക്ക് ലൈഫ് പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല ഡോക്ടർ. ഓക്കെ, ഇത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. अपनी बीमारी के लिए ഐ വിൽ എക്സ്പ്ലെയിൻ. ये गुंडा मेन സാബിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നാ. ഭാഗത്തേക്ക് ये पुलिस वाला ഇങ്ങനെ പലതരം സിറ്റുവേഷൻസ് ഉണ്ട്. ഫിസിക്കലാണോ സൈക്കോളജിക്കലാണോ എന്നറിയണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ന്യൂസ് കണ്ടപ്പോൾ മുതലാണ് ഞാൻ ആകെ അപ്സെറ്റ് ആവാൻ തുടങ്ങിയത്. എന്ത് ന്യൂസ്? ആ വരുൺ കേസിലെ പെൺകുട്ടിക്കും ഇതായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കതിപ്പോൾ ഒരു ട്രോമയാണ്. അങ്ങനെ ഒരു കുഴപ്പം ആ കുട്ടിക്കില്ല. കേട്ടപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കി. അപ്പോൾ പലരും അങ്ങനെയാണ് പറയണ്ടായിരുന്നത്. जानकारी निकाल रही हो. 30 വയസ്സാ?
ഒറ്റ മോനെ. അച്ഛൻ കോളേജ് പ്രൊഫസറാ. അമ്മ M.Tech കഴിഞ്ഞിട്ട് ദുബായിലൊരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നേ. ഇപ്പോൾ ദുബായിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാം ഒക്കെ നടത്തി അത്യാവശ്യം നല്ല നിലയിലായതാ. അതുകൊണ്ട് തന്നെ അവർക്ക് നാട്ടും പുറത്ത് ജനിച്ചു വളർന്ന ഒരു സാധാരണ പെൺകുട്ടി വേണമെന്ന് ഒരേ നിർബന്ധം. ഈ പയ്യന് കേൾവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ടോ ഹിയറിംഗ് എയ്ഡ് അല്ല സാറേ, അത് മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രശ്നമായിട്ട്. ആനം വെച്ച പിന്നെ എല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? പയ്യനെ മോളെ ഒന്ന് കണ്ടാ കൊള്ളാം നമുക്ക്. ये हर चीज़ के लिए राजी है. ആയിക്കോട്ടെ. ജോർജ് കുട്ടി വിശക്തി ഇല്ലെന്നല്ലല്ലോ, വലത്ത് ചെവിക്ക് അല്പം കേൾവി കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്. അതും ഒരു അപകടത്തിൽ സംഭവിച്ചത്. ഇനി മത്തായിച്ചും പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ തന്നെ ശരിക്കും അതൊരു വലിയ കുറവാണോ? പക്ഷെ നമ്മുടെ ഇടയിൽ അത് സർവ്വസാധാരണമായതുകൊണ്ട് നമുക്കതൊരു കുറവായി തോന്നുന്നില്ല. കുറവായിട്ട് തോന്നില്ല അച്ഛാ. ആ ഹലോ, വരവിന്റെ ഉദ്ദേശം വേറെയായിരുന്നു. अब बता दिए डॉक्टर ने. ആ സാറേ, എന്തായാലും തന്റെ സസ്പെൻഷനൊക്കെ 2 മാസം ഉണ്ട് സാർ. സരിത ഇപ്പൊ എവിടെയാ? അവൾ ആ സഹദേവൻ എന്നെ കാണാൻ വന്നിരുന്നു സാറേ. ഏത് സഹദേവൻ? ആ വരും കേസിലെ. സാറേ, ജോസേട്ടാ, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ എടുത്തേ. മോളെ കാണാൻ ഇന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലേ? अब से पूछताछ कर रहा हुआ है. താല്പര്യമില്ല. എപ്പോഴും എന്തെങ്കിലും രീതിയിൽ എൻഗേജ്ഡ് ആയിരിക്കണം എന്നുണ്ട്. എനിക്ക് ഈ ബിസിനസ്സിലൊന്നും വലിയ താല്പര്യത്തിലില്ലല്ലോ. പക്ഷെ അവന്റെ ഇഷ്ടമല്ലേ പ്രധാനം. അതുകൊണ്ട് ഞാൻ ക്രിസ്മസിന് വീട്ടിൽ വന്നപ്പോ നക്ഷത്രം തൂക്കാൻ വേണ്ടി കയറിയതാ. अलग अलग बैठे हुए हैं. ഒടിഞ്ഞ് താഴെ വീണു. തലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആ ശരി 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 അപ്പൊ കാണാം. ശരി. എന്റെ കല്യാണത്തിന് ഈ വക പരിപാടി ഒന്നും പ്രതീക്ഷിക്കണ്ട. അവനൊരു പ്രതീക്ഷയില്ലേ? कि वही पता देखो पर नजर रख रहा हूँ उनके घर पे. ആ ശ്രേയോ, എന്താ ഇവിടെ? तुम यहाँ क्या कर रही हो? എന്താ ഇവിടെ? ആ ജീപ്പിന്റെ റേഡിയേറ്റർ ഒന്ന് ചൂടായി. അപ്പൊ വെള്ളം എടുക്കാൻ വേണ്ടി കയറിയതാ. ഞാൻ ദേ വെള്ളം. മോക്കറിയോ കുട്ടിയെ? അന്ന് രാജാക്കാട് പോയപ്പോ ബസ്സിൽ വെച്ച് ജസ്റ്റ് उसे सेकंड नाम कैसे याद है? ഞാൻ തുറന്നു പറഞ്ഞതാ ഏറ്റവും ഇഷ്ടമായത്, പ്രത്യേകിച്ച് ചെക്കൻ്റെ അപ്പനും അമ്മയ്ക്കും. നമ്മള് എന്ത് പിന്നെ അവരും കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ പറയണ്ടേ? നമുക്ക് അടുത്തത് വെറുതെ സമയം കളയണ്ടല്ലോ. क्या बोलना चाहती है? അവരോടൊന്ന് ചോദിച്ചിട്ട് വൈകുന്നേരം വിളിച്ച് പറയാം. कुछ बोलना चाहती ഇതിരിക്കട്ടെ. ഇതാ. ഓക്കെ. വേണ്ട, ഇപ്പൊ പറയണ്ട. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. है? എനിക്കൊരു കാര്യം പറയാനുണ്ട്. സമാധാനമായിട്ട് കേൾക്കണം. ധൃതി കുറച്ചാളൊരു ഡേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് 1 year കഴിഞ്ഞിട്ട് കല്യാണം. 1 വർഷം ഒന്നുമില്ല. അച്ഛാ, ഇത്ര ധൃതി പിടിച്ച് ഈ കല്യാണം നടത്തണോ? എന്താ മോളെ നിനക്ക് ഈ 1 ആലോചന? വർഷം കഴിഞ്ഞ് നടത്തിയാ പോരെന്നാ. മോളെ അതിന് നമ്മൾ ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് പോയി അവർ ഇങ്ങനെയാ കല്യാണം കഴിച്ചത്. എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അമ്മ, ആ കാലാണോ ഈ നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. जो लड़की अर्जेंटली मिलना चाहती है देखो. എന്താ മോക്ക് സംശയം തോന്നാൻ? ഇവിടെ വന്ന് ഞങ്ങളെ പരിചയപ്പെട്ടിട്ടാ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങളെപ്പറ്റി ചുറ്റുവട്ടത്തുള്ള വീട്ടിലൊക്കെ അന്വേഷിച്ചു എന്നറിഞ്ഞ എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? നെയ്ബേഴ്സ് പറഞ്ഞത് അയാള് പോലീസുകാരനാന്നാ. അയാൾ പോലീസുകാരനാണെന്ന് തോന്നുന്നില്ല. फोटो दिखा दी तो पता चल जाता ना, ये पहचान लेते फिर उसे. നീ വരില്ലേ? പിന്നെ പൊളിക്കണ്ടേ? ചേട്ടാ, ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു പുള്ളിക്ക് 2 പെമ്മക്കളാ. അതിലൊരാള് സൗദിയിലെ നേഴ്സോ മറ്റോ. ആ, അയാളുടെ ഒരു മകള് നേഴ്സാണ്. വിദേശത്തെങ്ങാണ്ടാണ് ജോലി. ശരിയാ, അയാൾ കിടപ്പിലായിരുന്നു. ആ, അയാളും വീട്ടുകാരെയും കുറിച്ചൊന്ന് അറിയാനായിരുന്നു. ഞങ്ങൾക്ക് അത്ര പരിചയമില്ല. ഇവിടുന്ന് 2-3 കിലോമീറ്റർ. सारी जानकारी ले रहे हैं. आके देखो उसकी. ആ റോഷി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് GCC കളക്ഷൻസ്? നന്നായിട്ട് കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ ആ അവിരാജ് ചാക്കോ? ആ എന്റെ പരിചയത്തിലുള്ള 1-2 പേർക്ക് അറിയാം. അതില് ഒരാൾക്ക് ചിലത് പൊക്കിക്കൊണ്ടുവന്നു. ഓ, നല്ല ഹാർഡ് വർക്കിംഗ് ആണെന്നാ പുള്ളിക്കാരൻ പറഞ്ഞത്. അല്ല എങ്ങനെയുണ്ടാ പയ്യന്റെ സ്വഭാവം? ആള് നീറ്റാന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങാ. തീർച്ചയായിട്ടും ഇറങ്ങാം.
ആദ്യമായിട്ട് ഒരു സിനിമാക്കാരനെ കൊണ്ട് നമുക്കൊരു ഗുണമുണ്ടായി. എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഈ കല്യാണം മുടക്കുന്ന കാര്യമൊക്കെ അവരോടൊന്ന് പറയണം.